ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകളുമായി ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത CPI-CPIM തർക്കം പരിഹരിക്കാൻ പോകുന്നു എന്നതാണ്. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണ്. ഇത് സംബന്ധിച്ച് ഈ PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കത്ത് കൈമാറുന്നതിനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്തും CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിലുമായി ചേരുകയാണ്. ഈ കത്തിൻ്റെ കോപ്പി ഡൽഹിയിൽ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിൽ ചേരാനൊരുങ്ങുകയാണ്. ഏതായാലും ഈ പ്രശ്നപരിഹാരം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അല്പസമയത്തിനകം ഉണ്ടാകും. CPIയുടെ മന്ത്രിമാർ ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്ന നിലയിലാണ് ഇതുവരെ കാര്യങ്ങൾ പോകുന്നത്. ആ നിലയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് ചേരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബൽറാം, പറയൂ. ദിലീപ് കുമാർ, ഈ ദിവസങ്ങളായി തുടരുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള CPI-CPIM തർക്കം അത് ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വങ്ങളുടെ ഇടപെടലിലൂടെയാണ് ഈ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി CPI ജനറൽ സെക്രട്ടറി D രാജയുമായി നിരന്തരം പലതവണ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഒടുവിൽ ഈ പദ്ധതി അല്ലെങ്കിൽ അത് MOU മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നു. ഇക്കാര്യം കത്തിലൂടെ D രാജയെ അറിയിച്ചിരിക്കുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ കത്ത് അത് ചർച്ച ചെയ്യുന്നതിനായി CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. നിലവിലിപ്പോൾ ജനറൽ സെക്രട്ടറി D രാജയും കൂടാതെ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെയും മാത്രമാണ് അജോയ് ഭവനിലുള്ളത്. മറ്റ് 2 അംഗങ്ങൾ കൂടി എത്തിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. ഓൺലൈനായി ചേരുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഈ കത്തിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു യോഗത്തിന് മുന്നിൽ വയ്ക്കുകയും ഇക്കാര്യത്തിലെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അതിനു മുമ്പായി സംസ്ഥാന ഘടകവുമായി ആശയവിനിമയം നടത്തും. എന്തായാലും അല്പസമയം മുമ്പാണ് D രാജ അജോയ് ഭവനിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കത്ത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ നടക്കും. അനുകൂലമായ ദിശയിലേക്ക് ചർച്ചകൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. പ്രധാനമായും CPIയുടെ നിലപാടിന് CPIM വഴങ്ങുന്നു ഈ ഒരു വിഷയത്തിൽ എന്നുകൂടിയാണ് ഈ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് CPIയുടെ ദേശീയ നേതൃത്വവും വ്യക്തമാക്കുന്നത്. ദിലീപ് കുമാർ, ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടി. CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും. ഇപ്പോഴുള്ള ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.